Good morning. Good morning. അത് മഴയൊക്കെ ഉണ്ടോ? ടീച്ചർ മഴയില്ല. രാവിലെ ഉണ്ടായിരുന്നു മഴ. ഉണ്ടായതുകൊണ്ട് ടീച്ചർ ഇപ്പൊ മഴയുണ്ട് ഇവിടെ. നല്ല മഴയുണ്ട് അല്ലേ? ജാസ്മിൻ ഒന്ന് കാണട്ടെ. ജാസ്മിന്റെ മുഖമൊക്കെ ഒന്ന് കാണട്ടെ. ജിനുവിനെയും ജാസ്മിനെയൊക്കെ ഒന്ന് കാണട്ടെ. എവിടെ ജാസ്മിൻ? ഇപ്പൊ എനിക്ക് ജലദോഷം. ഞാനിപ്പോ ഒരു അത് ശരി, ജലദോഷമൊക്കെ ഉണ്ടല്ലേ? ഉണ്ട് ടീച്ചർ. ജിനു പറയണേല് പേരെന്താണെന്ന് പറഞ്ഞേ? പേരെന്താ? രമ്യ ടീച്ചർ. രമ്യ. പിന്നെ ഒരാളെ കൂടി ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു, വന്നിട്ടില്ല ആള്. ഷാരോ തോമസ് വന്നു ജോയിൻ ചെയ്തു. നമുക്ക് തുടങ്ങാം എന്നാല്. ഓക്കെ ടീച്ചർ. അപ്പൊ ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചേ? വിച്ചിനെ കുറിച്ചും ഡാറ്റിനെ കുറിച്ചും സംസാരിച്ചു അല്ലേ? വിച്ചും ഡാറ്റും എപ്പോഴൊക്കെ ഉപയോഗിക്കണമെന്നാ പറഞ്ഞത്? കോമ ഒരു സെന്റൻസിലുണ്ടെങ്കിൽ ഡാറ്റ്. ഇതിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? അല്ലേ? അപ്പൊ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും. എന്തുകൊണ്ടാണ് രമ്യ വിച്ച് ഓർ ദാറ്റ് ഉപയോഗിച്ചത്? നോൺ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഇന്നാനിമേറ്റഡ്. ഇന്നാനിമേറ്റ് ആണ്, നോൺ ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ടാണ് ബുക്ക് അല്ലെ? ഡാഷിന് മുന്നിലുള്ള ബുക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ വിച്ച് ഓർ ദാറ്റ് ഉപയോഗിച്ചത്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറെ ഉദാഹരണങ്ങള്. എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞത്? ഡാറ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? സെന്റൻസിന് ശേഷം കോമ ഉണ്ടെങ്കിൽ അല്ലെ? ഒരു കോമ കണ്ടു കഴിഞ്ഞാല് അല്ലെ, ഒരു കോമ എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദാറ്റ് ഉപയോഗിക്കാം. ആഫ്റ്റർ എന്താണ്? ബിഫോർ ഡാഷ് അല്ലെ? ബിഫോർ ഡാഷ് ഇഫ് യു notice a comma, then we use that. There is that അല്ലേ? പിന്നെ when you see superlative degree അല്ലേ?
അല്ലെ? സൂപ്പർലേറ്റീവ് ഡിഗ്രി കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചേർക്കാം? that, ദാറ്റ്. ഇനി ഏതൊക്കെ വാക്കുകൾ കാണണം? എവരിബഡി, everybody, everyone, nobody, no one, nobody, no one, nothing, 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 much, all, no one, എന്താണ്? no one, no one, എഴുതിയിട്ടുണ്ട്. many, nothing, many, little, എന്താണ്? little, little, only, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരെ ചേർക്കാം? അത് ചേർക്കാം, ദാറ്റിനെ നമുക്ക് ചേർക്കാം അല്ലേ? ഇനി ചില എക്സെപ്ഷൻ കേസുകൾ ഉണ്ട് അല്ലെ? ആ കേസില് ഒരു 5 വേർഡുകൾ അല്ലെ നമുക്ക് കണ്ടു കഴിഞ്ഞാല് ദാറ്റ് മാത്രമല്ല പൂ ചേർക്കാമെന്ന് പറഞ്ഞു. അത് ആരൊക്കെയാണ്? ആരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാം? everybody, everybody, എവരിവണ്ണിന്, പിന്നെ നോബഡിന്, നോ വണ്ണിന്, ഓളിന് കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചേർക്കാം? that was, ദാറ്റ് മാത്രമല്ല ആരെ കൊണ്ടുവരാം? ഹു എന്ന റിലേറ്റീവ് പ്രോണൗൺ നമുക്ക് ചേർക്കാം. ഓക്കെ ആയല്ലോ? okay teacher. ഓക്കെ. അത് എഴുതിയതാണ് ഉദാഹരണം. ഇതെങ്ങനെ പറയും? നമ്മള് മലയാളത്തിൽ എന്ത് പറയും? എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ വളരെ ഫേമസ് ആണ് അല്ലെ? എന്നെ ആരാണോ ചികിത്സിക്കുന്നത് ആ ഡോക്ടർ ആരാണ്? ഫേമസ് ആണ് അല്ലെ? ഇപ്പൊ അവിടെ ആരെ കുറിച്ചാ പറയുന്നത്? Doctor, ഡോക്ടർ അല്ലെ? അപ്പോ എന്ത് കൊടുക്കണം? ദായാട്ടോ. അപ്പോ ദ ഡോക്ടർ കഴിഞ്ഞിട്ട് who is, who is, ആരെ? the doctor I consulted, ദ ഡോക്ടർ ആരെയാണോ ചികിത്സിക്കുന്നത് അല്ലെ? അയാള് ഭയങ്കര എന്താണ്? അയാൾ വളരെ ഫേമസ് ആണ് എന്നാണ് പറഞ്ഞത്. who The is very doctor famous, who is very famous, consulted is very famous. കേട്ടോ? വേറൊരു ഉദാഹരണം തരാം, അത് എളുപ്പമായിരിക്കുന്നുണ്ട്. ഇതൊന്ന് പറഞ്ഞു നോക്കിയേ, ജാസ്മിൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. my uncle lives in Chennai, ആരെ കുറിച്ചാ പറയണ? uncle, അങ്കിൾ. അപ്പൊ ആരുടെ അങ്കിള്? എന്റെ അങ്കിള് അല്ലെ? my uncle അപ്പൊ മൈ അങ്കിൾ who lives in Chennai is 70,
Who? lives in Chennai. Who നമ്മളെ ചേർക്കണം. Who is 70? Who is 70? Lives in Chennai. Lives in Chennai. Okay. My uncle. Chennai. പറഞ്ഞോളൂ. A man A man work at post office. Who is who is ആണോ? A man who works who works post at office. Post office. works at post office. I ശരിയാവോ? ശരിയാവോ? ഇല്ല. അല്ലേ? അത് കറക്റ്റ് അല്ലെന്ന് നമുക്ക് തോന്നി അല്ലേ? ഇത് എഴുതിയത് ശരിയാവില്ല എന്ന് നമുക്ക് തോന്നി. പിന്നെ എങ്ങനെ എഴുതാം? ട്രൈ ചെയ്യൂ. അല്ലെ വേറൊന്നും വേണ്ട. I know a man Who Works at post office. ഇതെങ്ങനെ എഴുതാൻ പറ്റും? ആരെ കുറിച്ചാ ഇവിടെ പറയുന്നത്? Sister. sister. സിസ്റ്റർ ആണ് അല്ലെ? ആരുടെ അല്ലെ? ഇവിടെ ഷീ അല്ലെ? ഷീ എന്നുള്ളതാണ് അല്ലെ പ്രധാനമായിട്ട് വന്നപ്പോ ഷീ. നിങ്ങൾ ആരെയാണോ കണ്ടത്, മനസ്സിലായോ? നിങ്ങൾ ആരെയാണോ കണ്ടത്, ഇന്നലെ കണ്ടത്, അത് എന്റെ സിസ്റ്റർ ആണ്. അപ്പൊ ആരെന്നുള്ളതിൽ എന്ത് വാക്ക് ഉപയോഗിക്കാം? Whom? whom അല്ലെ? whom ആണ്. Whom? she whom You met yesterday. you വേണോ ഇനി? Met her yesterday. വേണം അല്ലേ? you വേണം, you വേണം കേട്ടോ. Whom you met yesterday. met yesterday. Is my sister. Yesterday is my Sister. okay. ഇനിയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇനിയുണ്ടോ? ഇല്ലെന്ന് വിചാരിക്കണു. അടുത്തതിലേക്ക് പൊക്കോട്ടെ. Yes, teacher. Okay. നമ്മള് റിലേറ്റീവ് ക്ലോസ് ഉണ്ടോ? റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞത്, റിലേറ്റീവ് ക്ലോസ് എന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരുടെ മൈക്കാ പ്രോബ്ലം ഉള്ളത്? ഷാനോയുടെ മൈക്കിനാണ് ആ പ്രോബ്ലം. ഇല്ല മിസ്, എന്റെ കുഴപ്പമില്ല. കുഴപ്പമില്ല. പിന്നെ ആരുടെ മൈക്കാത്ത പ്രോബ്ലം ഉള്ളത്? ആരുമില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ളൊരു ശബ്ദം വന്നത് കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ മിസ്.
ക്ലോസ് എന്ന് പറയും റിലേറ്റീവ് ക്ലോസ് അല്ലെ, കേട്ടിട്ടുണ്ട് അല്ലെ. അതിന് ആരുമായിട്ട് ബന്ധമുണ്ട് ഈ റിലേറ്റീവ് ക്ലോസിന്? റിലേറ്റീവ് പ്രോനൗണുമായിട്ട് ബന്ധമുണ്ട് അല്ലെ. പറയാൻ നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറാണോ? റിലേറ്റീവ് ക്ലോസിന് റിലേറ്റീവ് പ്രോനൗണുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ തയ്യാറാണോ? യെസ്. യെസ് അല്ലെ. കാരണം ക്ലോസ് എന്നത് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. containing a subject and a verb. എന്താണ്? It is a group of words containing a subject and verb അല്ലെ. ഒരു സബ്ജക്റ്റും ഒരു വെർബും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ക്ലോസ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് സബ്ജക്റ്റും വെർബും കൂടി ചേർന്നാണ് which form a sentence അല്ലെ. which form a sentence or a part of sentence. എന്താണ്? പാർട്ട് ഓഫ് സെന്റൻസ് അല്ലെ. ഒരു സെന്റൻസിന്റെ പാർട്ട് ആകുകയോ അല്ലെങ്കിൽ അതെന്താണ്? ഒരു സെന്റൻസ് ഫോം ചെയ്യിക്കുകയോ ചെയ്യുന്നതാണ് ഈ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ക്ലോസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അല്ലെ. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്ത് ചെയ്യുന്നു? ദാറ്റ് കണ്ടെയ്നിങ് സബ്ജക്റ്റ് ആൻഡ് വെർബ് അല്ലെ. സബ്ജക്റ്റും വെർബും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അതില്. എന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്ന ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്? ആസ് എ പാർട്ട് ഓഫ് സെന്റൻസ് അല്ലെ. അത് സെന്റൻസിന്റെ ഒരു പാർട്ടായി തീരുകയോ ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്ലോസ്. കേട്ടോ, ഞാൻ ക്ലോസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് ക്ലോസ് എന്ന് മനസ്സിലായി. അതായത് ക്ലോസ് എന്ന് പറയുന്നത് അപ്പോ എന്താണ് പറയാം? He came when I was studying. എന്താ പറഞ്ഞത്? He came when I was studying അല്ലെ. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? പറയൂ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ അല്ലെ. when I was studying he came അല്ലെ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ വന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോ ഞാൻ ഇതിനെ എന്ത് ചെയ്തു? രണ്ടാക്കി ചെയ്യുന്നത്. രണ്ടാക്കി. അപ്പോ ഇതിനകത്ത് ഫസ്റ്റ് ക്ലോസ് എന്ന് പറയുന്നത് he came. ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഫസ്റ്റ് ക്ലോസ് he came. സെക്കൻഡ് ക്ലോസ് when I was studying. ഞാൻ ഇത് ചെയ്തു. ഇത് റിലേറ്റീവ് പ്രോനൗണുള്ള അത് വെച്ചിട്ട് കട്ട് ചെയ്തു അല്ലെ. അതിന് മുമ്പ് വരെ ഉള്ളത് ഫസ്റ്റ് ക്ലോസ് എന്നും സെക്കൻഡ് ക്ലോസ് അതിന് ശേഷമുള്ളത് സെക്കൻഡ് ക്ലോസുമാണ്. ഇത് കൂടെ തന്നെ ഉള്ളത് സെക്കൻഡ് ക്ലോസ് അല്ലെ. അപ്പോ he came എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട് അല്ലെ. ഇല്ലേ? സബ്ജക്റ്റും വെർബും ഉണ്ട്. he came. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. S plus V അല്ലെ. സബ്ജക്റ്റ് ആൻഡ് വെർബ്. A group of words containing subject and verb. സബ്ജക്റ്റും വെർബും കണ്ടെയ്ൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ക്ലോസ് എന്ന് പറയുന്നത് പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ക്ലോസില് S plus V കോംബോ ഉണ്ട് അല്ലെ. ഇല്ലേ? ഉണ്ടോ ഇല്ലയോ രമ്യ? യെസ് ഉണ്ട്. ഉണ്ട് അല്ലെ. അപ്പോ he came എന്ന് പറയുമ്പോൾ ഈ ഇതൊന്ന് നോക്കിയാല് ഈ സെന്റൻസ് നോക്കിയാൽ അവൻ വന്നു എന്ന് പറഞ്ഞു. ഈ സെന്റൻസ് മീനിങ് ഫുൾ ആണോ അല്ലയോ? അതെ. ആണ് അല്ലെ.
അവൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അവിടെ നമുക്ക് ചോദിക്കാനുണ്ടോ? ഇല്ല, ഒന്നും ചോദിക്കാനില്ല. ഹി കെയിം അല്ലെ. എന്നാൽ ഹി കെയിം എന്നുള്ളത് നിങ്ങൾ മറന്നു കളയാ. അടുത്തത് വെൻ ഐ വാസ് സ്റ്റഡി, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അത് മാത്രം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് ആ സെന്റൻസ് മീനിങ് ഫുൾ ആണോ? അല്ല. അല്ല. അല്ല അല്ലെ. ഇപ്പൊ ഹി കെയിം എന്നുള്ളത് അവിടെ ഫസ്റ്റ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നു. സെക്കൻഡ് ക്ലോസ് ആയിട്ട് വെൻ ഐ വാസ് സ്റ്റഡിങ് ആണ് അല്ലെ. അപ്പോ ഞാൻ എന്ത് ചെയ്തു? ഇതില് ഫസ്റ്റ് ക്ലോസിനെ എന്ത് ചെയ്തു? ഫസ്റ്റ് ക്ലോസ് ഞാൻ എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു അല്ലെ. ഫസ്റ്റ് ക്ലോസ് മായ്ച്ചു കളഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സെക്കൻഡ് ക്ലോസ് വായിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? ആ ഇത് മീനിങ് ഫുൾ ആണോ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആണോ? അല്ല. അല്ല അല്ലെ. എന്താണ് കാര്യം? കംപ്ലീറ്റഡ് ആകാത്ത കാര്യം എന്താ? അവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല? എന്തുകൊണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ സബ്ജക്റ്റും വെർബൊക്കെ ഉണ്ട് അല്ലെ. എന്നിട്ടും എന്തുകൊണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല? ഉത്തരവില്ലേ? ഇല്ലേ? പറയൂ. അത് ഒരു മീനിങ് വരുന്നില്ല. മീനിങ് ഫുൾ. എന്താണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്? വെൻ ഐ വാസ് സ്റ്റഡി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിന് ഉത്തരം അവിടെ പറയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അല്ലേ. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് അല്ല. പക്ഷെ ഈ ഹി കെയിം എന്നുള്ള സെന്റൻസ് കൂടി വരുമ്പോഴല്ലേ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ അല്ലേ. അപ്പൊ എന്ത് വന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ വന്നത് എന്നുള്ളൊരു ആൻസർ നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞില്ലേ? അപ്പൊ ഹി കെയിം എന്നുള്ളത് ഫസ്റ്റ് ക്ലോസ് ആണ്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും അല്ലെ. ഇതിന്റെ സഹായം ആവശ്യമുണ്ടോ ഫസ്റ്റ് ക്ലോസിന് മീനിങ് ഫുൾ ആകാനായിട്ട്? വേണ്ട അല്ലെ. ഹി കെയിം, അവൻ വന്നു എന്ന് പറഞ്ഞ ആ സെന്റൻസ് മീനിങ് ഫുൾ ആണ്, കംപ്ലീറ്റ് ആണ് അല്ലെ. അപ്പൊ ഇത് സ്വതന്ത്രമായി നിൽക്കുന്നത് കൊണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നും പ്രിൻസിപ്പൽ ക്ലോസ് എന്നും മെയിൻ ക്ലോസ് എന്നും ഇതിനെ വിളിക്കാം. എന്തൊക്കെയാണ്? ഇൻഡിപെൻഡന്റ് ക്ലോസ്, പ്രിൻസിപ്പൽ ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്ലോസിനെ നമുക്ക് വിളിക്കാം. എന്നാൽ രണ്ടാമത്തേത് എന്താ ചെയ്യുന്നത്? ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫസ്റ്റ് ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ആർക്ക് നിൽക്കാൻ പറ്റില്ല? സെക്കൻഡ് ക്ലോസിന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ എന്ത് ക്ലോസ് എന്ന് വിളിക്കാം? ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കുന്നു അല്ലെ. അല്ല എങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്.
ഒന്ന് വായിച്ചത് രമ്യ. They sat under a tree after they had walked a very long distance. ഷാരോൺ, ഇതിനെ നമുക്ക് ഫസ്റ്റ് ക്ലോസ് സെക്കൻഡ് ക്ലോസ് ആയിട്ട് ഇങ്ങനെ തരംതിരിക്കാം. ഷാരോൺ, മിസ് ഇതിൽ എങ്ങനെ ഫസ്റ്റ് ക്ലോസും സെക്കൻഡ് ക്ലോസ് ആയിട്ട് തരംതിരിക്കാം? ഒന്ന് തരംതിരിച്ച് നോക്കിയേ. they sat under the tree ഏത് ക്ലോസ്? first cross ഫസ്റ്റ് ക്ലോസ് ഏതാണ്? ഫസ്റ്റ് ക്ലോസ് പറഞ്ഞോളൂ, ഞാൻ എഴുതിക്കോളാം. of the tree അണ്ടർ അല്ലേ? അണ്ടർ എ ട്രീ അല്ലേ എന്നുള്ളത് ഫസ്റ്റ് ക്ലോസും, അതിനുശേഷം ആഫ്റ്റർ ദേ ഹാഡ് walked A very long distance. long distance. അല്ലേ? ഇത് ഫസ്റ്റ് ക്ലോസും ഇത് സെക്കൻഡ് ക്ലോസുമാണ് അല്ലെ. സാറ്റ് അണ്ടർ എ ട്രീ എന്ന് പറയുമ്പോൾ അവർ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു എന്ന് പറയുമ്പോഴും അർത്ഥം മീനിങ്ഫുൾ ആണോ അത്? അവിടെ വേറെ ഒക്കെയായിട്ടുണ്ട് അല്ലെ. എവിടെയാ ഇരുന്നത്? അണ്ടർ എ ട്രീ അല്ലെ. പക്ഷേ അത് ഫസ്റ്റ് ക്ലോസ് മാറ്റി നിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആഫ്റ്റർ ദേ ഹാഡ് വാക്ക്ഡ് ദാറ്റ് വെരി ലോങ് ഡിസ്റ്റൻസ് അല്ലെ. അവര് വളരെ ദൂരത്തിൽ നിന്ന് നടന്ന ശേഷം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തേനെ അല്ലെ. നടന്ന ശേഷം എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? They sat under a tree. They sat under a tree. അപ്പോ they sat under a tree ആണ് ഫസ്റ്റ് ക്ലോസും. എന്താണ്? After they had walked long distance. അപ്പോ അങ്ങനെയാണ് അത് തിരിക്കേണ്ടത് കേട്ടോ. ഇതില് ഡിപ്പെൻഡന്റ് ക്ലോസ് ഏതാണ്, ഇൻഡിപെൻഡന്റ് ക്ലോസ് ഏതാണെന്ന് പറയുക. They sat under a tree, independent clause. After they had walked a long distance, dependent clause. മനസ്സിലായില്ലേ അത്? ഇനി നമ്മൾ എന്താണ് ക്ലോസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതില് ഒരു ക്ലോസിൽ എന്തായാലും ആ ക്ലോസില് എന്തായാലും റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. ഒരു ക്ലോസിൽ എന്തായാലും ആരെ കാണണം? റിലേറ്റീവ് പ്രോനൗൺ കാണണം അല്ലെ. definitely it starts with a relative pronouns who, which, whose, whom, when, what ഇതൊക്കെ വെച്ചിട്ടുള്ള വൈ അല്ലെ. ഇതെല്ലാം വെച്ചിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺസിന്റെ ചിലപ്പോൾ ഇതില് ഇതായിരിക്കും, ചിലപ്പോഴല്ല മസ്റ്റായിട്ടും അത് ഉണ്ടാവും. The man who called you is my dentist അല്ലെ. അവിടെ എന്തുണ്ട്? റിലേറ്റീവ് പ്രോനൗൺ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ നമുക്ക് ഈ റിലേറ്റീവ് ക്ലോസിനെ
രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഡിഫൈനിങ് ഒന്നും രണ്ടാമത്തേത് നോൺ ഡിഫൈനിങ്. എന്തൊക്കെയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? ഡിഫൈനിങ്, നോൺ ഡിഫൈനിങ് and non-defined. നോൺ ഡിഫൈനിങ് അല്ലെ. ഇനി ഡിഫൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എക്സ്ട്രാ എന്താണ്, എസെൻഷ്യൽ ഇൻഫർമേഷൻ മാത്രം തരുള്ളൂ, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ. എന്നാൽ നോൺ ഡിഫൈനിങ് എക്സ്ട്രാ ഇൻഫർമേഷൻ തരും. മനസ്സിലായോ? ഡിഫൈനിങ് എന്ന് പറയുന്നത് എന്താണ്, എന്ത് മാത്രം തരുന്നു? എസെൻഷ്യൽ ഇൻഫർമേഷൻ മാത്രമാണ് ഡിഫൈനിങ് തരുന്നതെങ്കിൽ നോൺ ഡിഫൈനിങ് തരുന്നത് എക്സ്ട്രാ ഇൻഫർമേഷൻ തരുന്നു അല്ലെ. ഉദാഹരണം, സച്ചിൻ ഇസ് എ ക്രിക്കറ്റർ. സച്ചിൻ ഈസ് എ ക്രിക്കറ്റർ എന്ന് പറയുമ്പോൾ ആ സച്ചിനെ കുറിച്ച് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള വിവരം മാത്രം അവിടെ തന്നിട്ടുള്ളൂ. ആണോ? അല്ലെ? സച്ചിൻ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു എസെൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യം മാത്രമുള്ളൊരു വിവരണം മാത്രം നമുക്ക് നൽകിയിട്ടുള്ളൂ അല്ലെ. അപ്പോ സച്ചിൻ ഇസ് എ ക്രിക്കറ്റർ who won Arjuna Award. എന്താണ് സച്ചിൻ ഈസ് എ ക്രിക്കറ്റർ who won Arjuna Award എന്ന് പറഞ്ഞപ്പോൾ സച്ചിനെ കുറിച്ച് കൂടുതൽ വിവരം നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി അല്ലെ. അപ്പൊ അർജുന അവാർഡ് നേടിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്തു അല്ലെ. അപ്പൊ സച്ചിനെ കുറിച്ച് എന്ത്, സച്ചിൻ ഈസ് എ ക്രിക്കറ്റർ തന്നു കഴിഞ്ഞാൽ അത് എസെൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. പക്ഷെ നമ്മളിവിടെ സച്ചിനെ കുറിച്ച് കൂടുതൽ വിവരം തന്നു, എക്സസ് ഇൻഫർമേഷൻസ് തന്നു, എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. അങ്ങനെ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, നോൺ ഡിഫൈനിങ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ റിലേറ്റീവ് ക്ലോസിലെ ക്ലോസ് എത്ര തരത്തിലുണ്ട്? 2 types. 2 types. ഏതൊക്കെയാണ്? Defining clause, non-defining clause. ഡിഫൈനിങ് ക്ലോസും നോൺ ഡിഫൈനിങ് ക്ലോസും. എന്താണ് ഡിഫൈനിങ് ക്ലോസിൽ പറയുന്നത്? Extension informations മാത്രം നൽകുന്നു. എസെൻഷ്യൽ ഇൻഫർമേഷൻ മാത്രം തരുള്ളൂ. മറ്റാണെങ്കിലോ, നോൺ ഡിഫൈനിങ്ങിലാണെങ്കിലോ ഇൻഫർമേഷൻ എക്സസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നു. ഓക്കെ ആയോ? ഓക്കെ ആണോ? ഓക്കെ മിസ്. പിന്നെ ഡിഫൈനിങ്ങിൽ എന്തുണ്ടാവില്ല? കോമാസ് ഒന്നും എന്തിനുണ്ടാവില്ല? ഡിഫൈനിങ്ങിൽ ഉണ്ടാവില്ല കേട്ടോ. ഒരു കോമ കൊടുക്കില്ലേ നമ്മളിങ്ങനെ, അത് എന്തിനില്ല? ഡിഫൈനിങ്ങിലില്ല. പക്ഷെ നോൺ ഡിഫൈനിങ്ങിൽ എന്ത് കാണും? എക്സ്ട്രാ കോമേഴ്സ് ഒക്കെ കാണും അല്ലെ. കാരണം എന്താണ് നോൺ ഡിഫൈനിങ് കോമ കൊടുക്കാനുള്ള കാരണം എന്താണ്? എക്സ്ട്രാ ഇൻഫർമേഷൻസ്. എക്സ്ട്രാ ഇൻഫർമേഷൻസ് വരുന്നത് കൊണ്ടാണ് കോമിറ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി മിസ്. ഓക്കെ. നോക്കട്ടെ കേട്ടോ, നിങ്ങൾക്ക് ഇതിലേ തരാൻ പറ്റുന്നു. ഇത് കാണുന്നില്ലേ? ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടോ? ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ എല്ലാവരും അവിടെ ഇരുന്ന്.
എന്നിട്ട് അതിന്റെ ആൻസർ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ജിനുവിന്റെ ഇത് ഷാരോണിന്റെ രണ്ടുപേരുള്ളൂ. ബാക്കി എന്നാ ജാസ്മിനോട് പോയി ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസേഴ്സ് ഒന്ന് ഇത് ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്യാം. കേട്ടോ. ആൻസേഴ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഞാൻ വിളിക്കുന്ന ആള് ഒന്ന് ഷെയർ ചെയ്താൽ മതി. പറയണം കേട്ടോ. 2, 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനാണ് കേട്ടോ. ഇല്ല ടീച്ചർ, മാറ്റല്ലേ ടീച്ചർ. അതായത് ചേഞ്ച് ചെയ്തില്ലേ എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ എഴുതുന്നേ ഉള്ളൂ. എഴുതണ്ട കേട്ടോ. ആൻസർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കല്ലേ. ക്വസ്റ്റ്യൻ എഴുതണ്ട. നിങ്ങൾ ഇതിന്റെ ആൻസർ മാത്രം കണ്ടക്ട് ചെയ്യാൻ മതി കേട്ടോ. കഴിഞ്ഞോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1, 2, 3 ഒക്കെ കഴിഞ്ഞോ? തേർഡ് ചെയ്യുന്നു ടീച്ചർ. മൂന്നാമത്തത് ചെയ്യുന്നു. കഴിഞ്ഞു ടീച്ചർ. കഴിഞ്ഞോടെ രമ്യയുടെയും ഷാരോണിന്റെ ഒക്കെ കഴിഞ്ഞോ? ആൻസർ എഴുതി കഴിഞ്ഞോ? അതായത് 1, 2, 3 കഴിഞ്ഞോന്ന് ഞാൻ ചോദിച്ചത്. ഷാരോണെ കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്സേ. ടീച്ചർ ആൻസർ മാത്രം എഴുതിയാൽ മതിയല്ലോ അല്ലേ? ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ആ ടീച്ചർ 6th ഓപ്ഷൻസ് കാണാൻ പറ്റും. 6th ഓപ്ഷൻ കേട്ടോ. യെസ് ടീച്ചർ. ടീച്ചർ 7. എല്ലാവരും എത്തിയോ 7ലേക്ക്? ടീച്ചർ 7 കാണുന്നില്ല ക്വസ്റ്റ്യൻ. അപ്പൊ കണ്ടോ? യെസ് ടീച്ചർ. ടീച്ചർ 9th ഓപ്ഷൻസ് എവിടെ കഴിയുന്നുണ്ടോ? രമ്യയുടെയും ഷാരോണിന്റെ ഒക്കെ അതുപോലെ തന്നെ കഴിയുന്നുണ്ടോ? ടീച്ചർ 10 വരെയുള്ള. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ ടീച്ചർ. എല്ലാരും കഴിഞ്ഞോ?
രമ്യ കഴിഞ്ഞോ രമ്യ? ആ കഴിഞ്ഞു മിസ്. ആദ്യം തുടങ്ങി ഒന്ന് കാണിച്ചു തരാമോ? ആ. കണ്ടോ? കണ്ടു. കാണുന്നുണ്ടല്ലോ. നോക്കിയോ? യെസ് ടീച്ചർ. കണ്ടോ? കറക്റ്റ് ആയില്ലേ? ഓക്കെ ആയോ? ഓക്കെ അല്ലേ? ആ അപ്പോ രമ്യ ഒന്ന് ആൻസർ ഒന്ന് ഷെയർ ചെയ്തേ. രമ്യയുടെ ആൻസർ ഒന്ന് ഷെയർ ചെയ്യും. ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ബുക്കിലാണ് എഴുതിയിരിക്കണേ. അല്ലാതെ അല്ലാതെ ആ ഓക്കെ. അല്ല ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഫോട്ടോ ഇത് ക്യാമറ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നോക്കാം. പറഞ്ഞാ മതിയോ മിസ്സേ? ആ അപ്പോ എന്നാ ഒരു കാര്യം ചെയ്യ്. രമ്യ ചെയ്യണുണ്ടോ അത്? ഇതെങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ വേണ്ട, ചെയ്യണ്ട. ഒന്നാമത്തെ ആൻസർ എന്താന്ന് പറഞ്ഞേ രമ്യ? മാർക്കിടണം കേട്ടോ. പൂസാണോ? പൂസ് അവിടെ ഉണ്ടോ? ഒന്നാമത്തേല് പൂസ് ഉണ്ടായിരുന്നോ? ആ ഉണ്ട്. നോക്കട്ടെ കേട്ടോ. എന്നിട്ട് പൂസ് ഒരു മാർക്ക് ഇട്ടോളൂ. എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. പൂസ് ആണെങ്കിൽ 3 പേർക്ക് 1 മാർക്ക് ഇടാം. അടുത്തത് വൈ. വൈ ആണെങ്കിൽ 1 മാർക്ക് ഇടാം. അതാണ് ഹുമ്മാണോ? ഹുമ്മല്ല, ഹുമ്മ് തെറ്റിടുക കേട്ടോ. ടീച്ചർ. കേട്ടാ? പൂവാണോ മിസ്സേ? പൂവാണ്ട. രമ്യയുടെ പൂവല്ലേ പറഞ്ഞത്? അവിടെ ഹുമ്മ് തന്നിട്ടുണ്ടായില്ലേ ഓപ്ഷൻ? മാറിപ്പോയി. നാലാമത്തെ ദാറ്റെല്ലാം മോനെ വേറാണ് കേട്ടോ. 1 മാർക്ക് വേറെന്ന് എന്താണ്? വെല്ലട്ടോ, വേറല്ലോ വെൻ കേട്ടോ. വെന്നല്ലേ ടീച്ചർ? വെന്നല്ലേ? വേറല്ലല്ലോ. വെന്നാണ് വെൻ. അതാണ് ഞാൻ പറഞ്ഞത്. വെന്നാണ് കേട്ടോ. വെന്ന് എഴുതിയവരൊക്കെ 1 മാർക്ക് ഇടുക. അല്ലാത്ത ദാറ്റ് തെറ്റാണ് കേട്ടോ. അടുത്തത് വിച്ച്. വിച്ച് കറക്റ്റ് ആണ്. അടുത്തത് വൈ. വൈ കറക്റ്റ് കേട്ടോ. അടുത്തത് ഫുഡ്. ദാറ്റ് വന്നിട്ടുണ്ട് മാർക്ക് ഇടാം. പിന്നെ സ്റ്റുഡൻസ് ജസ്റ്റ് സ്റ്റഡി. മൂന്നാമത്തെ ആണോ രണ്ടാമത്തെ ആണോ എഴുതിയേക്കണം? 8th-ന്റെയാണ് ടീച്ചർ ഹൂ എന്ന് പറഞ്ഞു. പൂവല്ലേ? തന്നെ ടീച്ചർ. ഹൂ കറക്റ്റ് കേട്ടോ. ഇനി അടുത്തത് ഹൂസ് കറക്റ്റ്. പിന്നെ ഏറ്റവും ഇത് 10th വെയർ.
ആ അപ്പൊ നോക്കിയപ്പോ എത്ര മാർക്ക് കിട്ടി? രമ്യക്ക് എത്ര മാർക്ക് കിട്ടി? 7 7. ആ വെരി ഗുഡ്. ഷാരോണിനോ? 6 മിസ്സേ. 6. ആ ജാസ്മിൻ ഫുള്ളും കിട്ടി. ഫുള്ള് കിട്ടിയല്ലേ? അപ്പൊ നമ്മള് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പൊ രമ്യയുടെ ഏതൊക്കെയാ തെറ്റിയത്? മൂന്നാമത്തെ I visited my uncle അല്ലേ? I visited my uncle. അത് വായിച്ചു നോക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ മീനിങ് ലിവ്സ് ഇൻ എ ഡിഫറെന്റ് സിറ്റി. എന്താണ്? ഏത് സിറ്റിയാണ്? അല്ലെ, ലിവ്സ് ഇൻ എ ഡിഫറെന്റ് സിറ്റി അല്ലെ? പല പല സിറ്റിയിലായിട്ടാണ് ഐ വിസിറ്റഡ് അല്ലെ? ഐ വിസിറ്റഡ് മൈ അങ്കിൾ അല്ലെ? മൈ അങ്കിളിനെ അല്ലെ വിസിറ്റ് ചെയ്തത്. അതാ ഞാൻ ഡിഫറെന്റ് സിറ്റിയിൽ എഴുതിയ എന്താണാവോ? പോട്ടെ. ഇല്ലേ സിറ്റിന്ന് ആയിക്കോട്ടെ, ഡിഫറെന്റ് അവിടെ വന്നിട്ടുണ്ടാവില്ല കേട്ടോ. ലിവ്സ് ഇൻ എ സിറ്റി കേട്ടോ. ഐ വിസിറ്റഡ് മൈ അങ്കിൾ. എന്റെ അങ്കിൾ ആരാണോ അയാൾ അവിടെ ജീവിക്കണത്, സിറ്റിയിൽ ജീവിക്കണ ആള് അല്ലേ എന്നല്ലേ പറയുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചേർത്താ മതി? ചേർത്താ മതി. ഇനി അടുത്തത് ഏതാ? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തെന്നായിരുന്നു ഓർക്കണ്ടോ? മൈ ഗ്രാൻഡ് ഫാദർ റിമെമ്പർ ദ ടൈം അല്ലേ? ടൈമിനെ കുറിച്ചാ പറയണത്. ഏതോ ടൈമിനെ കുറിച്ചാണ് റെഫർ ചെയ്യുന്നതെങ്കിൽ എന്ത് ഉപയോഗിക്കണോന്നാണ് ഞാൻ പറഞ്ഞത്? വെൻ അല്ലേ? അത് നോക്കണം. റീസൺ ആണെങ്കിൽ വൈ അല്ലേ? ടൈം ആണെങ്കിൽ വെൻ അല്ലേ? സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? വേറെ. പിന്നെ പീപ്പിൾ ആണെങ്കിൽ ഹൂ. ഏതെങ്കിലും എന്താണ് പൊസഷൻസ് വരികയാണെങ്കിൽ അപ്പൊ എന്ത് കൊടുക്കാം? ഹൂസ് എന്ന് കൊടുക്കാം. പിന്നെ ഏതാ തെറ്റിയത്? 3 തെറ്റിയുള്ളൂ അല്ലെ? ഷാരോണിന്റെ ഏതൊക്കെയാണ്? ഷാരോണിന്റെ അറിഞ്ഞോട് കൂടുതൽ തെറ്റിയില്ലേ? അതെ മിസ്സേ. ഏതൊക്കെയാ തെറ്റിയത്? 4, 8, 3, 10. 4. മൂന്നാമത്തെ സ്റ്റുഡൻസ് അല്ലേ? അതെ. സ്റ്റുഡൻസ് ആവുമ്പോ നമ്മൾ എന്താണ് സ്റ്റഡി ഹാർഡ് ഗെറ്റ് ഗുഡ് ഗ്രേഡ്സ് അല്ലെ? ഓരോ കുട്ടികളും തന്നെ പറയണത്. ഓരോ കുട്ടികളും ആരാണോ അവരെന്ത് ചെയ്യണം? എന്താ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നല്ല ഗ്രേഡ് കിട്ടണമെന്നല്ലേ നമ്മൾ പറയുള്ളൂ. അതെ. അപ്പൊ ആ അർത്ഥത്തിലെടുത്തിട്ട് വേണം എന്ത് ചെയ്യണം? ഇതിവിടെ എന്ത് ചെയ്യാനായിട്ട് ഈ പ്രോനൗൺസ് ചെയ്യാം. ഓക്കെ ആയോ? ഓക്കെ മിസ്സേ. പ്രാക്ടീസ് ചെയ്തപ്പോ മനസ്സിലായില്ലേ? മനസ്സിലായി. മനസ്സിലായി. അപ്പൊ അതിന്റെ അർത്ഥമൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണോട്ടോ ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ റിലേറ്റീവ് ക്ലോസും കഴിഞ്ഞു, റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ നമുക്ക് കഴിഞ്ഞു അല്ലെ? ഇനി നമ്മൾ ഏതിലേക്കാ പോകേണ്ടത്? പ്രോനൗൺസിലെല്ലാം കഴിഞ്ഞു അല്ലേ? 8 കാറ്റഗറി ഉണ്ടായതോ ആ 8 കാറ്റഗറി നമ്മൾ എന്താണ് പ്രോനൗൺസ്, റിലേറ്റീവ് പ്രോനൗൺസിൽ 8 കാറ്റഗറി കഴിഞ്ഞിട്ടില്ല. അതിലേതാ കഴിഞ്ഞത്? പ്രോനൗൺ എന്ന് പറയുന്നതിലെ എത്ര 8 കാറ്റഗറീസ് വന്നു. അത് ഫുള്ള് നമ്മൾ തീർത്തു അല്ലേ? പഠിച്ചില്ലേ പേഴ്സണൽ പ്രോനൗൺ? പറയൂ, ഏതൊക്കെയാണ് പഠിച്ചത്? Possessive pronoun, reflexive pronoun, reflexive pronoun, demonstrative pronoun, distributive pronoun, indefinite pronoun, local pronoun, interrogative pronoun, relative. എല്ലാ പ്രോനൗൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇനി നമ്മൾ ഏതിലേക്ക് പോണം? ഈ പ്രോനൗൺസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് ഈ അടുത്ത മൂന്നാമത്തെ ആൾ ആരാണ്? നമ്മൾ 8 കാറ്റഗറീസ് പഠിച്ചു ആദ്യം തന്നെ നൗൺസില്. നൗണില്
നൗണില് നമ്മള് നൗൺ പ്രോനൗൺ അല്ലേ? ആ നൗൺ ഇതില് പാർട്സ് ഓഫ് സ്പീച്ചിന് പഠിച്ചില്ലേ? നൗണിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പ്രോനൗണിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ആരാ ഉള്ളത്? വേണ്ട, ഞാനില്ലേ അവിടെ? ഷാനോടെ, പാർട്സ് ഓഫ് സ്പീച്ചില് നമ്മള് 8 ആൾക്കാരുണ്ട്, കൂടാതെ 9 പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഓർക്കണുണ്ടോ? ഉണ്ട് മിസ്സേ. ആ അതില് നമ്മൾ എത്ര പേര് കഴിഞ്ഞു? നമ്മള് നയനും 9th pronoun relative pronoun. 9th റിലേറ്റീവ് പ്രോനൗൺ ആണോ? ആണോ? എല്ലാം മാറിപ്പോയി ടീച്ചറാ. പറ. 9th relative pronoun. മനസ്സിലായില്ല. 9th relative pronoun. ഇനി നമ്മൾ അഡ്ജക്റ്റീവിനെ കുറിച്ച് പഠിക്കണ്ടേ? നൗണ്, പ്രോനൗണ്, വെർബ്, ആഡ്വെർബ്, അഡ്ജക്റ്റീവ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ അല്ലേ? ഇന്റർജെക്ഷൻ ഇതൊക്കെ പഠിച്ചില്ലേ നമ്മള്? Yes, teacher. ആ അതിൽ 2 കഴിഞ്ഞു. നൗണും പ്രോനൗണും കഴിഞ്ഞു അല്ലേ? Yes, teacher. ഇനി ആരാ വരുന്നത്? നമുക്ക് അഡ്ജക്റ്റീവിനെ പഠിക്കാം അല്ലേ? കാരണം എന്താണ്? ഈ സർവനാമങ്ങളാണ് കഴിഞ്ഞത് അല്ലെ? ഇനി നാമങ്ങളെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതിന് അല്ലെ, അല്ലെങ്കിൽ ഒരു എന്താണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയോ ഒരു മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്ന നൗണാണ് ഇതെന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Yes, teacher. ആ അത് ഉദാഹരണമായിട്ട് എന്താണ്? എന്താണ് അല്ലെ? റെഡ് ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുവന്ന ചുണ്ടുകൾ അല്ലെ? ഈ ഹാപ്പി മൂഡ്, ഹാപ്പി മൂഡ്. ഏതൊക്കെയാണ് അല്ലേ? ഇതൊക്കെ അല്ലെ? ചുവന്ന റോസാ പൂക്കൾ. എങ്ങനെ പറയും നമ്മള് ചുവന്ന റോസാ പൂക്കൾ എന്ന്? Red rose flowers. ആ റെഡ് റോസസ് എഴുതായിരുന്നു അല്ലെ? റോസ് ഫ്ലവേഴ്സ് എഴുതില്ലേ? റെഡ് റോസ് ഫ്ലവേഴ്സ് അല്ലെ? ചുവന്ന റോസാപ്പൂക്കൾ. അപ്പോ ഇവിടെ നാമമായിട്ട് വരുന്നത് ആരാണ്? നൗൺ ആരാണ്? റോസ് ഫ്ലവർ ആണ് അല്ലെ? ആ റോസ് ഫ്ലവറിനെ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നു? Red light. റോസ് ഫ്ലവറിന്റെ ഒരു ക്വാളിറ്റി ആണ് എടുത്തു കാണിച്ചത് അല്ലെ? ഏതാണ് ആ ക്വാളിറ്റി? Red. റെഡ് അല്ലെ? ആ റെഡ് എന്ന് പറയുന്ന ക്വാളിറ്റി എടുത്ത് കാണിച്ചിരിക്കുന്നു അല്ലെ? അപ്പോ ആ നാമത്തെ എന്ത് ചെയ്തിരിക്കുകയാണ് നമ്മള്? ആ നാമത്തെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തിരിക്കുന്നു. അതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Yes, teacher. അപ്പോ നൗണിന്റെ ഉപയോഗത്തിനനുസരിച്ച് ഇതിനെ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്നും predicative
അഡ്ജക്റ്റീവ് എന്നും രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. എന്തൊക്കെയാണ് അഡ്ജക്റ്റീവ്സിന് തരംതിരിച്ചിരിക്കുന്നത്? ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ്സ് എന്നും പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്സ് എന്നും ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഒരു അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്ന നൗണിന്റെ തൊട്ടു മുമ്പിലാണ് അതിന് എന്താണ് നമ്മൾ അതിന് ഈ പറഞ്ഞ തരത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ആ അഡ്ജക്റ്റീവിനെയാണ് ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലായോ? ഒരു അഡ്ജക്റ്റീവ് അല്ലേ, അതിനെ വിശേഷിപ്പിക്കുന്നത് നൗണിന്റെ തൊട്ട് മുന്നിലായിട്ടല്ലേ. നൗണിന്റെ തൊട്ട് മുന്നിലായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നതെങ്കിൽ, അതായത് എന്താണ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സിനെയാണ് ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. ലേസി ഗേൾ, ആ ഗേളിനെ എന്ത് വിശേഷിപ്പിച്ചിരിക്കുന്നു? മടിയത്തി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അല്ലെ. പെൺകുട്ടി അല്ലെ, ആ പെൺകുട്ടി എന്ന നാമത്തെ എന്ത് ചെയ്യുന്നു? എങ്ങനെയുള്ള പെൺകുട്ടിയാണ് നാം വിശേഷിപ്പിച്ചിരിക്കുന്നത്? ലേസി ഗേൾ അല്ലെ, ലേസി അല്ലെ. അപ്പോ എന്തിനു മുന്നാണ്? നൗണിന് തൊട്ട് മുന്നിലായിട്ട്, നൗണിന് മുന്നിലായിട്ടാണ് എന്ത് പ്രയോഗിച്ചിരിക്കുന്നത്? എന്ത് വന്നിരിക്കുന്നത്? ഒരു ഡിസ്ക്രൈബ് വന്നിരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ ഒരു മോഡിഫൈ ചെയ്തിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? ആട്രിബ്യൂട്ട് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നു. ഇത്രയും മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സില് പോകരുത് കേട്ടോ. ക്ലാസ് അല്ലേ? ഓക്കെ.